നമസ്കാരം. ബംഗളൂരുവിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീണ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശിവാജി നഗറിലാണ് സംഭവം. എറണാകുളം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 മലയാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ 52 അംഗ കുടുംബശ്രീ സംഘത്തിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ശിവാജി നഗറിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡിനും മാർക്കറ്റിനും സമീപത്തും വെച്ചാണ് ദുരന്തമുണ്ടായത്. നഗരത്തിൽ അതിശക്തമായ മഴയും കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായപ്പോൾ മഴയിൽ നിന്ന് രക്ഷ തേടി ആശുപത്രിയുടെ 8 അടി ഉയരമുള്ള ചുറ്റുമതിലോട് ചേർന്നുള്ള താൽക്കാലിക ഷെഡുകൾക്ക് താഴെ നിൽക്കുകയായിരുന്നു ഇവർ. എന്നാൽ ശക്തമായ കാറ്റിലും മഴയിലും ബലഹീനമായ മതിൽ പെട്ടെന്ന് തകർന്ന് താഴെ നിന്നിരുന്നവരുടെ മേലേക്ക് വീഴുകയായിരുന്നു. 3 കുട്ടികളടക്കം 7 പേരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. വഴിയോര കച്ചവടക്കാരും യാത്രക്കാരുമാണ് മരിച്ച മറ്റുള്ളവർ. അപകടം നടന്ന ഉടൻ തന്നെ പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി മണ്ണുമന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തു. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അമൃതം ഉണ്ടാക്കുന്ന യൂണിറ്റിലെ അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് പോയി അപകടത്തിൽപ്പെട്ടത്. ബംഗളൂരുവിലെത്തിയ 56 അംഗ സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വിവിധ ഘട്ടങ്ങളിലേക്ക് പോയത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടസ്ഥലം സന്ദർശിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാറും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി. പഴയ മതിൽ മഴക്കാലത്തിന് മുൻപ് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്ന കാര്യം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിലെ അംഗങ്ങളുടെ വിയോഗ വാർത്ത എറണാകുളത്തെ അവരുടെ നാട്ടുകാരെയും ബന്ധുക്കളെയും വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ഏകോപിപ്പിച്ചു വരികയാണ്.